ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് പലർക്കും പലതരത്തിലും ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇതൊരു ജെന്യുവിനായ പ്ലാറ്റ്ഫോം ആയിരിക്കുമോ, അതുപോലെ തന്നെ ഇത് ട്രസ്റ്റഡ് ആയിരിക്കുമോ, പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ സക്സസ് ആവാൻ പറ്റുമോ, മേലെയുള്ളവർക്ക് മാത്രമാണ് സക്സസ് ഉണ്ടാവുന്നത്, താഴെയുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള സക്സസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഇപ്പോൾ ഒന്ന് രണ്ട് പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെയൊക്കെ നമുക്ക് ഓൾറെഡി ശരിക്ക് എന്താ പറയുക, നമ്മുടെ മുകളിലുള്ള ആൾക്കാരെ, അതായത് നമ്മുടെ അപ്ലയൻസിനാണ്, അതായത് മാനേജേഴ്സ്, അങ്ങനെ ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തികളാണ് അവിടെ സക്സസ് ആയി കണ്ടിട്ടുള്ളത്. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ ഒരു സക്സസ്സും കാര്യങ്ങളും. നമുക്ക് സാധാരണക്കാരായി വരുന്ന ആളുകൾക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് എന്നും സക്സസ് ഉള്ളവർക്ക് എന്നും സക്സസ് ആയിരിക്കും എന്നുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോൾ എനിക്കത് നല്ല രീതിയിൽ ചേഞ്ചായി. കാരണം ഇവിടുത്തെ ആ ഒരു ടീം സപ്പോർട്ട് അങ്ങനെയാണ്. നല്ല രീതിയിൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇപ്പോൾ 2 പ്ലാറ്റ്ഫോമിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അതിലെല്ലാം എനിക്ക് അങ്ങോട്ട് ക്യാഷ് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ഞാൻ ഈ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് ഒരു നല്ലൊരു എമൗണ്ട് തന്നെ എനിക്കിവിടെ ഇൻകമായിട്ട് മേടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു ടീമിൻ്റെയും എൻ്റെ അപ്ലൈൻ്റെയും അതുപോലെ തന്നെ ടീം മാനേജേഴ്സിൻ്റെയും ടീം സൂപ്പർവൈസേഴ്സിൻ്റെയും എല്ലാം സപ്പോർട്ട് എനിക്കുള്ളത് കൊണ്ടാണ്. മുന്നുണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന കമ്പനികളിലും ഈ പറയുന്ന ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരാരും ഡയറക്റ്റ് നമുക്ക് യാതൊരുവിധ മെൻറ്റർഷിപ്പോ അതുപോലെ തന്നെ ഗൈഡൻസോ കാര്യങ്ങളൊന്നും തന്നിരുന്നില്ല. അവിടെ നമ്മുടെ അപ്ലയൻ മാത്രമായിട്ടായിരിക്കും നമുക്ക് അവിടെ കോണ്ടാക്റ്റ് ഉള്ളത്. മേലെയുള്ളവർ വർക്ക് എങ്ങനെ ഇരിക്കണം അത്രയേ ഉള്ളൂ അവരുടെ ഒരു അവർക്കവിടെ പോയിൻറ്റ്സുകൾ കയറാൻ വേണ്ടിയിട്ട് എത്രത്തോളമായി വർക്ക്, അങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഇവിടെ അതല്ല. നമുക്ക് നേരിട്ട് അവർ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കോൾ ചെയ്തും മെസ്സേജ് അയച്ച് നമ്മൾ നല്ല രീതിയിൽ അവർ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും നല്ലൊരു ടീം സപ്പോർട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും. കാരണം മറ്റേതൊരു ഓൺലൈൻ ഓപ്പർച്യൂണിറ്റിയേക്കാളും വിശ്വസിക്കാനും അതേപോലെ തന്നെ ഏറ്റവും ബെറ്റർ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീൻ്റെ അടുത്ത് നോക്കുമ്പോൾ അതിനേക്കാളെല്ലാം ബെറ്റർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കിവിടെ വന്നപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മേലെ ഇരിക്കുന്നവർക്കായിരിക്കും നമുക്കിവിടെ കാര്യങ്ങൾ എന്താ പറയുക, വിജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ട ലീഡ്സിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് വിശ്വസിക്കാൻ പറ്റുമോ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സ്റ്റാറ്റസിലൊക്കെ കാണുന്നത് പോലെ എനിക്ക് കിട്ടുമോ, എനിക്ക് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ടീമിനെ നല്ല രീതിയിൽ ഞങ്ങൾ പറയണ പോലെ ടീമിൽ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്കും ഇതുപോലെ മേടിക്കാൻ പറ്റും. കാരണം ഇവിടെ മേലെയുള്ളവരെന്നോ താഴെയുള്ളവരെന്നോ അതുപോലെ തന്നെ ഇന്ന് വന്നവരെന്നോ ഒരു വർഷം മുന്നേ വന്നവരെന്നോ യാതൊരു വിധത്തിലുള്ള വേർതിരിവില്ല. അപ്പോൾ ഒരു വർഷം മുന്നേ വന്നിട്ട് യാതൊരു വിധ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ 2-3 മാസം കൊണ്ട് നല്ല രീതിയിൽ ഗ്രോത്തിലെത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഇപ്പോൾ എൻ്റെ അപ്ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആളിവിടെ ബിഗിനറാണ്. ഒരു വർഷം ആവണേ ഉള്ളൂ. ആളിപ്പോൾ ഈ വരുന്നൊരു ഏപ്രിൽ 4-ന് ആളിപ്പോൾ ഇവിടെ ഒരു റിട്രീറ്റിന് പോവുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം ആവുമ്പോഴേക്കും ഒരു വർഷം തികഞ്ഞിട്ടില്ല, ഒരു വർഷം ആവണേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്തിലേക്ക് ആൾ പോകണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇവിടെ കാണുകയാണ്. അപ്പോൾ മറ്റുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിൽ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, ഇപ്പോൾ സ്റ്റാറ്റസിൽ കാണുമ്പോൾ വലിയ പഞ്ചാബ് നാഷണൽ ഡേ, ഡൽഹി സക്സസ് ഡേ, ഇതൊക്കെ മേലെ ഇരിക്കുന്നവർക്ക് മാത്രമായിരിക്കും, താഴെ ഇരിക്കുന്നവർക്ക് അതൊക്കെ സ്റ്റാറ്റസിലൂടെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ എങ്കിൽ നമ്മളും അതുപോലെ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നമുക്കും അവിടെ അങ്ങനെയൊക്കെ പോകാനായിട്ട് പറ്റും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ അപ്ലൈ എന്ന് പറയുന്നത്. കാരണം ആളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ടിങ് തരുന്നതും അതുപോലെ തന്നെ ഒരു ടീം സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തരുന്നത്. ആ ഒരു ടീം സപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ആളും ഇവിടെ സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ തൊട്ട് മേലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആൾ വന്നിട്ട് എന്നെ ഇവിടെ ചേർത്ത് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യക്തി, എൻ്റെ തൊട്ട് മേലെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും നല്ലൊരു സക്സസ്സിലേക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഇവിടെ പറ്റില്ല? അപ്പോൾ ആൾ വർക്ക് ചെയ്യണ രീതിയിൽ നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് മെമ്പറായി അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു പക്ഷേ നെക്സ്റ്റ് സക്സസ് ഡേക്ക് എനിക്കും പോകാനും അതുപോലെ തന്നെ ആളെ നേരിട്ട് കാണാനുള്ളൊരു അവസരം എനിക്കും ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആരും ഇപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്ക് ആർക്കും ഇവിടെ മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റീനെ മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, ശേഷം നിങ്ങളിത് കൈവിട്ട് കളയുക. കാരണം നമുക്ക് ദയവായിട്ടൊരു അവസരം നമ്മുടെ മുന്നിൽ കൊണ്ടുതരുമ്പോൾ നമുക്കത് തട്ടിക്കളയാനായിട്ട് എളുപ്പമാണ്. പക്ഷേ എങ്കിൽ പിന്നീട് നമ്മൾ ആ ഒരു അവസരത്തെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എല്ലായ്പ്പോഴും ദൈവത്തിന് നമ്മുടെ വീട്ടിൽ മാസം ഒരു 10,000 രൂപ കൊണ്ടുവന്ന് സഹായിക്കാൻ പറ്റുമോ?
ഒരിക്കലും പറ്റില്ല. നേരെ മറിച്ച് നമുക്കൊരു അവസരങ്ങളായിട്ട് പല പല നിമിത്തങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. എന്നിട്ട് നമ്മളെ തട്ടിക്കളഞ്ഞിട്ട് ദൈവമേ എനിക്കൊരു നല്ല കാലം വരുത്തണേ എന്ന് പറഞ്ഞാൽ അതവിടെ നല്ല കാര്യം അങ്ങനെ അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം നമ്മളങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നൊരു അവസരത്തെ നമ്മൾ നല്ല രീതിയിൽ കാണണം, നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ സ്നേഹിക്കാനും പഠിച്ചാൽ അത് നമ്മളെ തിരിച്ച് സ്നേഹിക്കും. നമുക്കതിൽ നിന്ന് നല്ലൊരു വരുമാനവും അതുപോലെ തന്നെ നല്ലൊരു ഗ്രോത്തും നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുള്ള ആർക്കെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എനിക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മുന്നോട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, താങ്ക് യു.